കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കാറ് സർവീസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരുമായിരുന്നു. ഡ്രൈവ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥത, ശരീരം വേർക്കുന്നു. AC ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഭയങ്കര അസ്വസ്ഥതയാണ്. ശരീരത്തൊരു അൺഈസിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇനി വല്ല എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വല്ലതും ആണോ, നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഒരു ഭാരം പോലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി നിർത്തിയിട്ടു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ച് വെള്ളം കുടിച്ചു. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എൻ്റെ കാറ് സർവീസ് ചെയ്തതിന് ശേഷം ആ കാറിൻ്റെ ഫ്ലോർ മാറ്റിൽ അവരൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ന്യൂസ് പേപ്പറിൽ ചവിട്ടിക്കൊണ്ടാണ് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ബോധമനസ്സിൽ ഞാൻ ആ ന്യൂസ് പേപ്പർ കണ്ടില്ല. പക്ഷേ ഡീപ്പ് ഇൻ മൈ സബ് കോൺഷ്യസ് മൈൻഡ് ഞാൻ കുഞ്ഞിലേ കേട്ട് വളർന്നൊരു കാര്യമുണ്ട്: പേപ്പറിലും പുസ്തകങ്ങളിലും ഒക്കെ ചവിട്ടാൻ പാടില്ല. അത് സരസ്വതി ദേവിയാണ്, അതുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടുകയാണെങ്കിൽ തൊട്ടു തൊഴണം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇന്ന് ഈ പ്രായത്തിലും ഞാൻ അത് ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണ്. ഞാൻ അറിയാതെ പോലും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫ് സിസ്റ്റം എൻ്റെ ബോഡിയിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫ് സിസ്റ്റം എന്താണ്? റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണ്? മണി, പണത്തിനെ പറ്റിയിട്ട്, ആരോഗ്യത്തിനെ പറ്റിയിട്ട്, പ്രശസ്തിയും അംഗീകാരങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണ്? കൊച്ചിലെ മുതൽ നിങ്ങൾ കേട്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്, നമുക്കങ്ങനെ വലിയ പണമൊന്നുമില്ല, അല്ലെങ്കിൽ മക്കളെ ആളുകളെയൊക്കെ സൂക്ഷിക്കണം, ആളുകളൊക്കെ ചതിയന്മാരാണ്, ആരും നല്ലവരായിട്ടൊന്നുമില്ല, നമുക്ക് നമ്മളേ ഉള്ളൂ, നമ്മളെ സ്നേഹിക്കപ്പെടാനൊന്നും ആരുമില്ല എന്നൊക്കെയാണോ നിങ്ങൾ കൊച്ചിലെ മുതലേ കേട്ട് വന്നിരിക്കണമെങ്കിൽ യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു want. You attract what you believe, you attract what you are. റിയൽ ലൈഫിലും ഇങ്ങനെയാണ്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. നിങ്ങളുടെ ബിലീഫ്, എനിക്കധികം സുഹൃത്തുക്കളൊന്നുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് നിങ്ങളുടെ എങ്കിൽ, മൈ ഡിയറസ്റ്റ്, ഉറപ്പായിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. പണം സമ്പാദിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് പണം വരുന്നതും കുറയും. ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. നിങ്ങളുടെ ഉള്ളിലെ ചിന്ത നിങ്ങൾ ആദ്യം മാറ്റും. ഞാൻ വളരെ ലവബിളാണ്, ഞാൻ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, ഞാൻ നല്ല വ്യക്തിയാണ്, എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ഞാൻ ഒരുപാട് പണം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫിലേക്ക് പണം വളരെ ഈസി ആയിട്ട് വരുന്നു എന്നൊക്കെയുള്ള ഒരു ബിലീഫ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. സോ ജസ്റ്റ് ഈ നിമിഷം ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, എന്താണ് ശരിക്കും എൻ്റെ ഉള്ളിൽ റിലേഷൻഷിപ്പിനെ പറ്റി, പണത്തിനെ പറ്റി, പ്രശസ്തിനെ പറ്റി, ആരോഗ്യത്തിനെ പറ്റിയിട്ടൊക്കെ ബിലീഫ് സിസ്റ്റം. സോ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ടേക്ക് കെയർ ഓഫ് യുവർ ബിലീഫ് സിസ്റ്റം ആൻഡ് ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം ഇൻ ടു എ പോസിറ്റീവ് വേ.